ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ അവസാന ട്രേഡിംഗ് ഡേ ആണ്. നമ്മൾ വിശദമായ പോസ്റ്റ് മാർക്കറ്റ് സെഷനും പിന്നെ വീക്ക്ലി അനാലിസിസും അടുത്ത ആഴ്ചത്തേക്കുള്ള സ്റ്റോക്സിൻ്റെയൊക്കെ ഒരു അനാലിസിസ് വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കുന്ന ദിവസമാണ്. അപ്പം ഏഷ്യൻ മാർക്കറ്റ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു സെല്ലിംഗ് പ്രഷർ പൊതുവേ മാർക്കറ്റ്സിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ 41 പോയിന്റ്സ് അപ്പാണെങ്കിലും S&Pയുടെയും നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവ് ആയിരുന്നു. 2%, 1% ഒക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവിൽ തന്നെയായിരുന്നു. സെല്ലിംഗ് പ്രഷർ ആകെ മൊത്തം നിലനിൽക്കുന്നതായിട്ടാണ് സൂചനയുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി 154 പോയിന്റ് ഡൗൺ സൈഡിലാണ്. മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ നിക്കി 2% ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. സ്ട്രൈറ്റ് ടൈംസ് 13 പോയിന്റ്സ് ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. ഹാങ്സൺ 1% അപ്പാണ്. തായ്വാൻ വെയ്റ്റഡ് ന്യൂട്രലിൽ നിൽക്കുകയാണ്. ആൻഡ് കോസ്മി നോക്കുകയാണെങ്കിൽ 2% ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ നിലനിൽക്കുന്നു. നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് റിയാക്ട് ചെയ്ത് നിൽക്കുകയാണ്. 5 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ വന്നേക്കുന്നത്. ചാർട്ടിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്തിരുന്ന സോൺ എന്ന് പറയുന്നത് 23,790 എന്ന് പറയുന്ന ഡിമാൻഡ് സോണിൻ്റെ അബവ് ആണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. 23,872 നിന്നും വീണ്ടും 23,795 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ താഴത്തെ ലെവൽസ് 23,650 എന്ന ഈ ലെവലിലേക്കായിരിക്കും ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു റേഞ്ച് നോക്കാം. ഈ ഒരു 2 സോൺ ആയിരിക്കും മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 23,412 ഈ ഒരു ഏരിയാസ് ആയിരിക്കും മാർക്കറ്റിൽ ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഏരിയാസ്. സോ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡൗൺ ട്രെൻഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷറിലേക്ക് മാർക്കറ്റ് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. 23,420 ഈ സോണാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സോൺ മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷറിലേക്ക് മാർക്കറ്റ് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. 23,412 എന്നുള്ള സോൺ. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് ട്രേഡ്സ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ സിംപ്ലി നിങ്ങൾ നോക്കുക, ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള പോസിബിലിറ്റി മാർക്കറ്റ് നോക്കിയിരുന്നു. ഓക്കെ, ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ടോട്ടലി ഒരു സ്ട്രക്ചർ ബ്രേക്കിലേക്ക് നീങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഏരിയയിലെത്തി. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി സോണിലേക്കാണ് മാർക്കറ്റ് എത്തിയത്. ഈ ഒരു ലിക്വിഡിറ്റി സോൺ മാർക്കറ്റ് ഇനി ഈ ഒരു ഏരിയ, അതായത് ഇത്രയും വലിയൊരു മൂവ്മെന്റ് തന്നാൽ ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് എത്തുകയാണ് ഉണ്ടായത്. സോ ഇനി ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നെഗറ്റീവിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ സ്ട്രക്ചറിനെ ഇനി ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. സോ മേ ബി മാർക്കറ്റ് എന്താ ചെയ്യുക, ഈ ഒരു ലോവിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഇവിടെയുള്ള ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഫണ്ട് ചെയ്ത ശേഷം മാർക്കറ്റ് മേ ബി ഇവിടെ നിന്ന് തിരിച്ചു കയറാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. ഓക്കെ, സോ വളരെ സ്ട്രക്ചർ വൈസ് മാർക്കറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് സോണിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള ഒരു റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോകാൻ. അപ്പോൾ ഇന്ന് കൂടുതൽ എൻട്രീസ് ഒന്നും പുഷ് ചെയ്യാതെ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ ഒന്ന് വാച്ച് ചെയ്ത ശേഷം മാത്രം ഡിസിഷൻ എടുക്കുന്നതായിരിക്കും വളരെ ബെറ്റർ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഈ ഒരു ഏരിയാസിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് ബാക്കി ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. കുറച്ച് റിസൾട്ടുകൾ പ്രധാനപ്പെട്ടത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. NTPC ഇന്നത്തെ റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. NTPC, SBI കാർഡ്സ്, ശ്രീറാം ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, CG പവർ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ, ഡാൽമിയ ഭാരത്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ജിൻഡാൽ സ്റ്റീൽ, ഡോക്ടർ ലാൽപത് ലാബ്സ്, ലോത, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, REC, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, വെൽസ്പൻ കോപ്പ്, ഇത്രയും കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. സോ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർ കെയർഫുൾ ആയിട്ടിരിക്കുക. നാളെ റിസൾട്ടുകളുണ്ട്. നാളെ ശനിയാഴ്ചയാണ് റിസൾട്ട് വരുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ബിർള കോർപ്പറേഷൻ, ദോദില, 5 സ്റ്റാർ ബിസിനസ്, IDFC ഫസ്റ്റ് ബാങ്ക്, SBFC ഫിനാൻസ്, സീഷായ് പേപ്പർ ആൻഡ് സെൻ ടെക്നോളജീസിന്റെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നതിൽ ഇൻഫോസിസ് ആണെങ്കിൽ കുറച്ച് ബെറ്റർ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്, EBIT സർജ് ചെയ്തിട്ടുണ്ട്, ഡോളർ റവന്യൂ ജമ്പ് ചെയ്തിട്ടുള്ള ന്യൂസും ഇൻഫോസിസിന് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇന്റർഗ്ലോബൽ ഏവിയേഷൻ, ഇൻഡിഗോയുടെ ആണെങ്കിൽ ലോസ്റ്റ് 238 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്, റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതുണ്ട്. മീഷോയ്ക്കാണെങ്കിൽ വളരെ ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ടുണ്ട് റിസൾട്ടിൽ. അതായത് 259 കോടി ലോസിൽ നിന്നും ലോസ് കുറഞ്ഞു 132 കോടിയിലേക്ക് വന്നിട്ടുണ്ട്, റവന്യൂ കൂടിയിട്ടുണ്ട്. മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സർജ് ഉണ്ടായിട്ടുണ്ട്. സയൻറ്റിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്.
സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് വളരെ ബെറ്റർ റിസൾട്ട് വന്നത്. 35 കോടിയിൽ നിന്നും 75 കോടിയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സോന BLV പ്രൊസിഷൻസിന്റെ ആണെങ്കിൽ റവന്യൂ ജമ്പ് ഉണ്ടായിട്ടുണ്ട്, പ്രോഫിറ്റും ജമ്പ് ചെയ്തിട്ടുണ്ട്. NIIT ലേണിംഗ് സിസ്റ്റത്തിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ സോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓറിയൻ സിമെന്റിന്റെ പ്രോഫിറ്റ് കുറഞ്ഞതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ ന്യൂസുകളൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനി ന്യൂസുകളായിട്ടുള്ളത്. അപ്പം പ്രത്യേകിച്ച് ഇന്ന് വലിയ സ്റ്റോക്ക് സെൻട്രിയിലേക്ക് ഞാൻ പോകത്തില്ല. എന്തായാലും മാർക്കറ്റ് പ്ലേ ചെയ്യുന്ന നോക്കി നിൽക്കാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. നമുക്കിന്ന് കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ദിവസമാണ്. മാർക്കറ്റ് ടോട്ടലി വീക്കാണ്. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈ മാർക്കറ്റ് റിയാക്ഷൻ കണ്ട ശേഷം മാത്രം നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ